ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങ വെച്ച് നല്ല അടിപൊളി, നല്ല കളർഫുൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. വഴുതനങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവും. എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ വഴുതനങ്ങ നോക്കിയാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ വലുതാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, രണ്ടെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോഴേ ചെറുത് നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ വഴുതനങ്ങയുടെ ഈ തണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ആ മസാലയൊക്കെ ഒന്ന് അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ വഴുതനങ്ങയാണ് ഉള്ളതെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും. അത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ മതിയാവും കേട്ടോ. ഒരു 4-5 ആയിട്ടേ ഒന്ന് അത്യാവശ്യം വലുതായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർത്താൽ മതിയാവും. അപ്പോൾ ചെറുതായതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവേ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വഴുതനങ്ങയൊക്കെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലൊന്ന് വഴറ്റി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വഴുതണങ്ങി നല്ല പോലെ വേവുന്നവരെയും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണേ. അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടേ. അപ്പോൾ ആ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കുറവുണ്ടേ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഇനി എരിവിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി, നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. ഈ പാകം വരെ നല്ല പേസ്റ്റ് പോലെ നരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ആ വഴുതനങ്ങയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാവേ. അപ്പം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് പതുങ്ങി ആ ഇളകി വരാൻ തുടങ്ങും. ആ സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും ഒന്ന് വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ. ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു 6-7 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വേവാൻ. നന്നായിട്ടൊന്ന് വെന്ത് വരണേ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക്. നല്ലൊരു മണമാണ് കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്താൽ മതിയാവേ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് ഗ്രേവിയോട് കൂടിയല്ല, ഞാൻ കുറച്ച് തിക്കായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതുപോലെ വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴുതനങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പം ഈ ഗ്രേവിക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഇതാണ് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ അല്ലേ ഈ കറി കാണാൻ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ആ വഴുതനങ്ങയ്ക്കകത്തൊന്ന് പിടിച്ചോട്ടെ. ഇപ്പോൾ ഇതാണ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഈ സമയം നമുക്കൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോൾ കേട്ടോ നല്ലൊരു ടേസ്റ്റ്. കുറച്ച് തൈരാണ് കേട്ടോ. ഒരു 1/2 കപ്പ് തൈരുണ്ടാവും. ഇത് നല്ല പുളി കുറഞ്ഞ തൈരാണേ. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ചേർക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഈ തൈരൊന്ന് ചേർക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പം നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാലോ. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. വഴുതനങ്ങ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടാവും. അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാട്ടോ. അതുവരേക്കും ബൈ.